ഗ്രോബാഗിലും നിറയെ ഇഞ്ചി നമുക്ക് കിട്ടും. ഇതുണ്ടല്ലേ ഇത്. ഹലോ, വെൽക്കം ടു ആർട്ടിസ്റ്റ് ചാനൽ. ഞാൻ വീഡിയോയിൽ വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഓരോരോ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലുള്ള ഇഞ്ചിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാനിവിടെ കുറേ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ നിലത്തും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏറി മാടിയിട്ട് നിറയെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിനെ കുറിച്ചിട്ട് ശരിക്കും ഇഞ്ചി നമ്മളെല്ലാവരും വീട്ടിൽ വെച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടും. ഇതുണ്ടല്ലേ, ഇത് ഇഞ്ചിയുടെ പൂവാണ്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാവും. ഇതാണ്ടില്ലേ, നല്ല കാണാൻ രസമാണ്. ഉണ്ടോ, ഇതൊക്കെ ഇഞ്ചി പൂവാണ്. ഇതിപ്പോൾ വിളവെടുക്കാം ആയിട്ടുണ്ട്. നിറയെ ഒരു ഫുൾ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രോ ബാഗിൻ്റെ എത്ര സൈസാണോ അത്ര സൈസിലുള്ള ഇഞ്ചി കിട്ടും. നല്ല ഇഞ്ചിക്കൊക്കെ എന്ത് വിലയാണ് ചില സമയത്തൊക്കെ. പിന്നെ ഇത് ആക്ച്വലി ഒരു പലർക്കും അറിയാത്തൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇഞ്ചിയുടെ വേരാണ് ഇഞ്ചിയായിട്ട് മാറുന്നതെന്ന്. ആക്ച്വലി ഇഞ്ചിയുടെ വേരല്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞത്. ഇത് ഇഞ്ചി വയ്ക്കുമ്പോൾ നമ്മൾ കുഴിയിൽ വെക്കണം, താഴ്ത്തിയിട്ട്, എന്നിട്ട് മണ്ണ് മൂടിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ സ്റ്റെമ്മാണ് ഇഞ്ചിയായിട്ട് മാറുന്നത്. അതിപ്പോൾ ഇന്നാൾ ഞാൻ ഒരു വീഡിയോയിൽ ചൈനീസ് അവിടെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് ചാലെടുത്തിട്ട് അതിനെ ഇഞ്ചി നടുക. ഇഞ്ചി നട്ടിട്ട് ഓരോ ഘട്ടമായിട്ട് നമ്മൾ മണ്ണ് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇഞ്ചി ആ തണ്ട് അങ്ങനെ മൂക്കും തോറും ഇഞ്ചിയായിട്ട് മാറും. പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചിട്ട് ഈവൻ ഞാനും അതിൻ്റെ വേരാണ് ഇഞ്ചിയാവുന്നത് അല്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ചെയ്തത് അങ്ങനെയല്ല, അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. നോക്കണമല്ലോ എങ്ങനെ, ഏതാണ് ശരി, നമ്മുടെ ശരിയാണോ അവരുടെ ശരിയാണോ എന്നുള്ള അറിയണം. എനിക്ക് ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. ഹലോ, ഇപ്പം നമ്മൾ ഇഞ്ചി പുഴക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ. താഴെ തടത്തിലുള്ളതും പുഴക്കി, പിന്നെ ഗ്രോ ബാഗിലുള്ളതൊക്കെ പുഴക്കി. കാരണം ഗ്രോ ബാഗിലാണ് നിറയെ വരിക. ഈവൻ ഇഞ്ചി ആയിക്കോട്ടെ മഞ്ഞളായിക്കോട്ടെ, കാരണം അത്രയും ഫുള്ളായിട്ട് വരും, നന്നായിട്ട് വരും ഗ്രോ ബാഗിൽ വെച്ചാൽ. എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ ഗ്രോ ബാഗിൽ. പിന്നെ ഈവൻ നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പം ഗ്രോ ബാഗിൽ വയ്ക്കുന്നതാണ്. ഈവൻ നടാനും എല്ലാറ്റിനും എളുപ്പം അതാണ്. വളമൊഴിച്ചാൽ ഫുൾ വളം കിട്ടും. അപ്പോൾ എല്ലാവരും നോക്കൂ. പിന്നെ ഇതിനെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, ഇതിപ്പോൾ പുഴക്കിയ ശേഷം അതിനെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അതിൻ്റെ വേരൊക്കെ എടുക്കണം. വേരൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം. അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതിനെ വയ്ക്കും. വീണ്ടും ഒരു മണ്ണിൻ്റെ അടിയിൽ തന്നെ കുഴിച്ച് വയ്ക്കും, കാരണം കേട് വരില്ല. പിന്നെ അതങ്ങനെ അതിൻ്റെ വേരൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനുള്ളതിനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യുക. കടയിൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇഞ്ചി കൃഷി ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.